sometimes we get what we wish for because ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ വ്ലോഗാണ്. ഞാൻ പതിവ് പോലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചതുരപ്പുള്ളിയിൽ ഒരു തത്തമ്മ വന്നിട്ടുണ്ട്. ശരിക്കും കുറേ ദിവസമായി ഈ തത്തമ്മ വരാൻ തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും വന്ന് ഈ ചതുരപ്പുള്ളിയുടെ ചെറിയ കായ്കളൊക്കെ കഴിക്കും. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും വരും. ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ അടുത്ത് ചെന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടും അങ്ങനെ പേടിച്ച് പെട്ടെന്ന് പറന്ന് പോകുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും കണ്ട് പരിചയമായി, അങ്ങനെ പേടിയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പുളിമരവും ഉണ്ട്. അപ്പം അതിലും വന്നിരിക്കാറുണ്ട്. ഇതെല്ലാം വേറെ കുറേ കിളികൾ വന്നിരിക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കിളിക്കൂട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലങ്ങനെ കിളികളൊന്നും വന്നിരിക്കാറില്ല. പകരം ഇപ്പോൾ ഈ മണി പ്ലാന്റിൽ തന്നെ ചെറിയൊരു ചട്ടിയിൽ ഒരു കിളി വന്ന് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. 2 കുഞ്ഞുങ്ങളുണ്ട്. നല്ല രസമുണ്ട് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ബേർഡ്സിനെ കൂട്ടിലിട്ട് വളർത്തുന്നേക്കാളും കുറച്ചുകൂടെ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ കിളികളൊക്കെ തന്നെ വരും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അമ്മ ഒരു ട്രിപ്പിന് പോയേക്കായിരുന്നു കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ. അവിടെ നിന്ന് കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ലഡുവൊക്കെ കഴിച്ചു. പിന്നെ അമ്മ അവിടെ നിന്ന് ഒരു കുഞ്ഞ് കൃഷ്ണൻ ഉടുപ്പിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു കുഞ്ഞ് കൃഷ്ണനും അതുപോലെ വെണ്ണ കടഞ്ഞെടുക്കുന്ന കടക്കോല്, കുഞ്ഞ് കടക്കോല്, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കുഞ്ഞത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അമ്മ അങ്ങനെ 2-3 ദിവസം ട്രിപ്പിന് പോയ ഒരു പരിഭവത്തിലായിരുന്നു പൊന്നൂസ്. അങ്ങനെ പൊന്നൂസും അമ്മയും കൂടെ ഓലപ്പമ്പരൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. പിന്നെ ലഞ്ചിനൊക്കെയുള്ള ഒരുക്കങ്ങളായി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് അമ്മൂമ്മോട് ചോദിച്ചു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമെന്ന്. എനിക്ക് അമ്മൂമ്മയുടെ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അത് ഈ അമ്മിയിൽ അരച്ചുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ്. സാധാരണ നമ്മളിപ്പോൾ മിക്സിയിലൊക്കെ തന്നെയാണല്ലോ അരയ്ക്കാറ്. അപ്പം അമ്മൂമ്മ അങ്ങനെയല്ല. അമ്മൂമ്മ ചെമ്മീൻ വറുത്ത് പിന്നെ ഉള്ളിയും മുളക് പൊടിയും ഇതൊക്കെ ചേർത്ത് അമ്മിയിൽ തന്നെയാണ് അരച്ചുണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ ചെമ്മീൻ വെച്ച് ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെമ്മീൻ ചമ്മന്തിയാണ്. അത് ഇതുപോലെ അമ്മിയിലൊക്കെ അരച്ചുണ്ടാക്കുന്ന ചെമ്മീൻ ചമ്മന്തി. അങ്ങനെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഇലയിൽ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പ്ലാനൊക്കെ ചെയ്തു. വേറെയും കുറച്ച് കറികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഭയങ്കര സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല. അവിയൽ, പുളിങ്കറി, മെഴുക്ക് വരട്ടിയൊക്കെയാണ്. പക്ഷേ ചെമ്മീൻ ചമ്മന്തി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇലയിൽ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇലയിൽ തന്നെ കഴിച്ചു. ഇന്ന് ചെമ്മീൻ ചമ്മന്തിയാണ് സ്പെഷ്യൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലാതെ ഭയങ്കര റെസിപ്പി കാര്യങ്ങളൊന്നും ആയിട്ടല്ല. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് ഞാനൊരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ബുക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ അത് വായിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. റാം കേഡ് ഓഫ് ആനന്ദി. നല്ല രസമുണ്ട് ബുക്കിൻ്റെ കവർ പേജ് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു അതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് കവർ പേജിൽ കൊടുത്തിട്ടുള്ളത്. നല്ലതായിരുന്നു. പിന്നെ അതിൽ 2 ബുക്ക് മാർക്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സുഗതകുമാരിയുടെയും അതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെയും ഫോട്ടോയും അവരുടെ സിഗ്നേച്ചറൊക്കെ വെച്ചിട്ടുള്ള 2 ബുക്ക് മാർക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ബുക്ക് ഞാനിങ്ങനെ കുറേ പേര് വായിച്ച് ഒരു റിവ്യൂ കണ്ടിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് അവിടെ കണ്ടപ്പോൾ. ശരിക്കും നല്ലൊരു ബുക്കാണ്. നമുക്കിങ്ങനെ വായിച്ച് ബോറടിക്കുന്നൊരു ടൈപ്പ് ബുക്കേ അല്ല. നമുക്കിങ്ങനെ ഇതെപ്പോൾ വായിച്ച് തീരും അങ്ങനെ നമുക്ക് തോന്നില്ല. എന്താ നെക്സ്റ്റ് സംഭവിക്കുക, എന്താണ് അടുത്തത്, അങ്ങനെ നമുക്കൊരു ആങ്സൈറ്റി തോന്നും. അങ്ങനെ നമുക്ക് ഇരുന്ന് 1-2 ദിവസം കൊണ്ട് ശരിക്കും ബുക്ക് വായിച്ച് തീർക്കാൻ പറ്റും. ഞാൻ ശരിക്കും ഇന്നലെയും ഇന്നുമായിട്ട് ഓൾമോസ്റ്റ് ഈ ബുക്ക് വായിച്ച് കഴിയാറായി. ഇതിനു മുമ്പ് ഞാൻ ബെന്യാമിൻ്റെ വർക്ക്സ് വായിച്ചപ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് 1-2 ദിവസം കൊണ്ട് നമുക്കത് വായിച്ച് തീർന്ന് എന്താവും ലാസ്റ്റ് അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നും. സോ ഇതും അങ്ങനത്തെ തന്നെ ഒരു ബുക്കാണ്.
ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ സിമ്പിൾ എന്ന നല്ല ലാംഗ്വേജുമാണ്. അങ്ങനെ ബുക്കൊക്കെ വായിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എറണാകുളം പോയി. പൊന്നൂസിനെയും കൊണ്ട് പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി. അവിടെ കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. പാർക്ക് ഇപ്പോൾ പണ്ടത്തേക്കാളും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് ഒരുപാട് ഏരിയ ഉണ്ട്. എല്ലാം ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇന്ന് സൺഡേയുമാണ്, പിന്നെ വെക്കേഷനും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ പാർക്കിൽ പോയാലും കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് നടക്കാനും അവിടെ കുറച്ച് ഇരിക്കാനും റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ കളിക്കാനുള്ള സംഭവങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ, ഊഞ്ഞാൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം കൂടെ ഇവിടെ മറൈൻ ഡ്രൈവ് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ കായലൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചുകൂടെ നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. കാറ്റും ആളുകളൊക്കെ ഉണ്ട്, തിരക്കൊക്കെ ഉണ്ട്, എന്നാലും തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പൊന്നു വാശി പിടിച്ചപ്പോൾ എന്നാലും പിന്നെയും പാർക്കിൽ പോയി കളിക്കണം, ഊഞ്ഞാലിലൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് തന്നെ പോയി. അങ്ങനെ പാർക്കിൽ ചെന്നപ്പോൾ വീണ്ടും തിരക്ക് കൂടി വരായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഈ കളിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ കളിക്കുന്ന ആ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ പൊന്നൂസിനെ പറ്റി കാര്യമായിട്ട് ഇങ്ങനെ ഇതൊന്നും കളിക്കാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അല്ലാതെ പാർക്ക് കാണാനായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു സന്ധ്യ കഴിഞ്ഞ് രാത്രിയാവുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഫുൾ ലൈറ്റും സെറ്റിങ്സൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ചൂടൊക്കെ കുറഞ്ഞ് കുറേ കൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഈ പൈനാപ്പിൾ, മാങ്ങ അതൊക്കെ ഈ ഉപ്പുമുളകൊക്കെ ഇട്ടത് അതൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബോട്ടിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഒരു കൊച്ചു ഹൗസ് ബോട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ബോൾഗാട്ടിയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനൊക്കെ. ഈ ഏരിയയൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. മിക്ക ഫിലിംസിലും എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്ന മിക്ക ഫിലിംസിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഏരിയയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോട്ടിങ്ങും നല്ല രസമുണ്ടായിരുന്നു. പൊന്നൂസ് ഇങ്ങനെ അധികം ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായി.
പാർട്ടി ഉണ്ടായിരുന്നു താഴത്തെ ഫ്ലോറിൽ. അപ്പം നമ്മൾ ലാസ്റ്റ് കഴിയാറായപ്പോൾ അവിടെ പോയി ഒന്ന് ജോയിൻ ചെയ്തു. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. പുതുനോട് ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഏതാണെന്നൊക്കെ ഇങ്ങനെ നോക്കി, അത്ര പരിചയമില്ലാത്ത കാരണം അങ്ങനെ നോക്കി എൻജോയ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വയ്ക്കുമായിരുന്നു.